25 വർഷം മുൻപ് 1999 ഭാവിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് കേരളത്തിൽ രൂപം കൊള്ളുന്നു. സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യങ്ങളെ ഭാവിക്കനുസൃതമായി രൂപപ്പെടുത്താൻ, സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളെ സ്പർശിക്കാൻ, അവർക്ക് വേണ്ടി പണം കണ്ടെത്തി നിക്ഷേപിക്കാൻ. കിഫ്ബി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് രൂപപ്പെടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 9 വർഷം അതുല്യമായ വികസന പദ്ധതികളാണ് കേരളത്തിൽ നടപ്പാക്കിയത്. ധനമന്ത്രി KN ബാലഗോപാലിന്റെ ദൃഢമായ പിന്തുണയും ഈ വികസന പദ്ധതികൾക്ക് കരുത്തായി. കിഫ്ബി വഴി കേരളത്തിന്റെ മുഖഛായ മാറ്റുന്ന 1190 പദ്ധതികൾക്കാണ് ഇതുവരെ അംഗീകാരം ലഭിച്ചത്. പദ്ധതികളുടെയും അംഗീകരിച്ച തുകയുടെയും ഒരു ചുരുക്കക്കാഴ്ച ഇങ്ങനെ. പൊതുമരാമത്ത് വകുപ്പാണ് ഏറ്റവും മുന്നിൽ. 516 പദ്ധതികൾ, 34,255 കോടി രൂപ. ജലവിഭവ വകുപ്പ് 103 പദ്ധതികൾ, 6,995 കോടി രൂപ. ആരോഗ്യവും കുടുംബക്ഷേമവും 103 പദ്ധതികൾ, 6,670 കോടി രൂപ. വൈദ്യുതി വകുപ്പ് 18 പദ്ധതികൾ, 5,200 കോടി രൂപ. കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ 19 പദ്ധതികൾ, 3,518 കോടി രൂപ. പൊതുവിദ്യാഭ്യാസം 158 പദ്ധതികൾ, 3,220 കോടി രൂപ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് 68 പദ്ധതികളിലായി 2,213 കോടി രൂപ. വിവര സാങ്കേതിക വകുപ്പ് 6 പദ്ധതികൾ, 1,945 കോടി രൂപ. കായിക യുവജനക്ഷേമം വകുപ്പ് 41 പദ്ധതികൾ, 956 കോടി രൂപ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് 29 പദ്ധതികൾ, 835 കോടി രൂപ. ഫിഷറീസ് വകുപ്പ് 26 പദ്ധതികളിലായി 643 കോടി രൂപ. ടൂറിസം വകുപ്പ് 14 പദ്ധതികളിലായി 639 കോടി രൂപ. വനം വകുപ്പ് 12 പദ്ധതികളിലായി 634 കോടി രൂപ. ഗതാഗത വകുപ്പ് 3 പദ്ധതികളിലായി 601 കോടി രൂപ. ഇതുവരെ പറഞ്ഞത് പട്ടികയുടെ പകുതി പോലുമായില്ല. വിവിധ വകുപ്പുകളിലായി 1,190 പദ്ധതികൾ. ഇവയിൽ 3 വ്യവസായ പാർക്കുകൾക്കും ദേശീയപാതയ്ക്കും കൊച്ചിയിലെ ഗ്ലോബൽ സിറ്റിക്കും അടക്കം സ്ഥലമേറ്റെടുക്കാൻ അംഗീകരിച്ച 20,000 കോടി രൂപയും ഇതിൽപ്പെടും. ആകെ ഈ പദ്ധതികൾക്കെല്ലാം കൂടി ഇതുവരെ അംഗീകരിച്ചത് 90,473 കോടി 64 ലക്ഷം രൂപ. നാടിനു വേണ്ടി സഫലമാക്കിയ 100 കണക്കിന് സ്വപ്നങ്ങൾ, സാധാരണക്കാരുടെ ജീവിതത്തെ സ്പർശിച്ച വിപ്ലവം, പ്രോജ്വലമായ 25 വർഷങ്ങൾ.